കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ അനുദിനം വർദ്ധിക്കുമ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മയക്കുമരുന്നാണ്. ഒപ്പം അനുബന്ധ കുറ്റകൃത്യങ്ങളും പെരുകുന്നുണ്ട്. അതുകൂടാതെ രാഷ്ട്രീയ അതിക്രമങ്ങളും പതിവാവുകയാണ്. മലപ്പുറം നിലമ്പൂരിൽ മാറാട് അനുസ്മരണ പരിപാടിക്കിടെ SDPI അക്രമം. മംഗളൂരു നഗരത്തെ നടുക്കി ബജ്രംഗ് ദൾ പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തി. തിരുവനന്തപുരം മണ്ണന്തലയിൽ ക്ഷേത്രോത്സവത്തിനിടെ യുവാക്കൾക്ക് പോലീസിന്റെ ക്രൂര മർദ്ദനം. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. മംഗളൂരു ബജ്പേയിൽ കൊല്ലപ്പെട്ട ബജ്രംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയുടെ സംസ്കാരം പൂർത്തിയായി. വിലാപയാത്രയിലും സംസ്കാര ചടങ്ങിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച വിശ്വഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്ത ബന്ദ് ദക്ഷിണ കന്നഡയിൽ പൂർണ്ണമായിരുന്നു. മെയ് 6 വരെ ദക്ഷിണ കന്നഡ ജില്ലയിൽ പോലീസ് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ഒരു സംഘം ആളുകൾ ബജ്രംഗ് ദൾ പ്രവർത്തകനായ സുഹാസ് ഷെട്ടിയെ നടു റോട്ടിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്ന സുഹാസ് ഷെട്ടിയെ മറ്റു വാഹനങ്ങളിലെത്തിയ സംഘം തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കന്നഡ ജില്ലയിൽ വിശ്വഹിന്ദു പരിഷത്ത് ബന്ദ് ആഹ്വാനം ചെയ്തു. കടകളെല്ലാം പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. സുഹാസ് ഷെട്ടിയുടെ വിലാപയാത്രയിലും സംസ്കാര ചടങ്ങിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യത ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ പരിധിയിൽ 144 പ്രകാരവും ദക്ഷിണ കന്നഡയിൽ പോലീസ് ആക്ട് പ്രകാരവും മെയ് 6 വരെ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം പോലീസിനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചു. പോലീസ് പരിശോധനയിൽ കൊലപാതകത്തിന് ഉപയോഗിച്ചെന്ന് കരുതുന്ന ചോര പുരണ്ട കത്തി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെപ്പറ്റി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കൊലപാതകത്തെ തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP R ഹിതേന്ദ്ര മംഗളൂരിലെത്തിയിരുന്നു. ജനം, കോഴിക്കോട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചിത്രം മോർഫ് ചെയ്ത മതവിദ്വേഷ പ്രചാരണം നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കൊല്ലം KSRTC ഡിപ്പോയിലാണ് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനിലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ KSRTC യാതൊരുവിധ നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മോർഫ് ചെയ്ത ചിത്രം അനിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. KSRTC ജീവനക്കാർ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിൽ ക്രൈസ്തവ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലും കേന്ദ്രമന്ത്രിയെ അവഹേളിക്കുന്ന രീതിയിലുമായിരുന്നു പ്രചാരണം. തുടർന്ന് കൊല്ലം KSRTC ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറായ അനിലിനെതിരെ തെളിവ് സഹിതം യുവമോർച്ച പ്രവർത്തകർ പരാതി നൽകി. പരാതിയിൽ പോലീസ് കേസെടുത്തു. ഭാരതീയ ന്യായ സംഹിത 192 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ ഗതാഗത മന്ത്രിക്കും KSRTC MDക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. വിജിലൻസ് അന്വേഷണവും നടന്നു. അന്വേഷണത്തിൽ ഇയാൾ പ്രചാരണം നടത്തിയതായും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും വകുപ്പ് തല നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കോപ്പികൾ വെച്ചുകൊണ്ട് അതിൻ്റെ MDക്കും KSRTCയുടെ MDക്കും അതോടൊപ്പം തന്നെ ഗവർണർക്കും വിജിലൻസ് ഡയറക്ടർക്കും അതോടൊപ്പം തന്നെ ഈ മന്ത്രിയായിട്ടുള്ള ശ്രീ KB ഗണേഷ് കുമാർക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്നും ഒന്നും തന്നെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ KSRTCയിലെ ജീവനക്കാർക്കെതിരെ മുൻപും ഇതുപോലെ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ ഉടനടി നടപടിയെടുത്ത വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ തലത്തിലുള്ള FIRകൾക്ക് പോലും. എന്നാൽ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്ത ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അത് KB ഗണേഷ് കുമാർ അദ്ദേഹം മനഃപൂർവ്വം സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്കെതിരെ നടപടി എടുക്കേണ്ട എന്നുള്ള തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചു പോരുന്നതായാണ് ആരോപണം. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ അടിയന്തരമായി വകുപ്പ് തല നടപടിയെടുക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ജനം, കൊല്ലം.
സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അനുബന്ധ കുറ്റകൃത്യങ്ങളും വ്യാപിക്കുകയാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള വിവരം നൽകിയാൽ പോലും അത് അതിക്രമങ്ങളിലേക്ക് വഴിവെക്കുന്നു. കൊല്ലത്താണ് അത്തരമൊരു വാർത്ത ഉണ്ടാകുന്നത്. ലഹരി ഉപയോഗം എക്സൈസിനെ അറിയിച്ച കുടുംബത്തെ ആക്രമിച്ചതായാണ് പരാതി. കൊല്ലം കൊട്ടാരക്കരയിലാണ് സംഭവം ഉണ്ടായത്. മൈലം വെള്ളാരം കുന്ന് സ്വദേശികളായ മഞ്ജുവിനെയും കുടുംബത്തെയുമാണ് ലഹരി സംഘം ആക്രമിച്ചത്. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. 3 വർഷമായി കൊട്ടാരക്കരയിൽ താമസിച്ചു പോന്നിരുന്ന കുടുംബത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ലഹരി സംഘങ്ങളുടെ ശല്യത്തെ തുടർന്ന് നിരവധി തവണ കുടുംബം എക്സൈസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ വിരോധമായിരുന്നു ആക്രമണത്തിന് കാരണം. കച്ചവടം കഴിഞ്ഞ് മടങ്ങിയെത്തിയ മഞ്ജുവിനെയും മകനെയും വഴിയിൽ തടഞ്ഞു നിർത്തിയായിരുന്നു അക്രമികൾ ഉപദ്രവിച്ചത്. ഞാൻ ഇന്നലെ കച്ചവടം കഴിഞ്ഞിട്ട് കയറി വരുമായിരുന്നു. ഒരു 10 മണിയായി കാണും. കച്ചവടം കഴിഞ്ഞ് കയറി വന്നുകൊണ്ടിരിക്കുന്ന വഴിയില്ല. അപ്പോൾ റെയിൽവേ ട്രാക്കിൽ 3 പേരുണ്ടായിരുന്നു. കണ്ണൻ, ജിത്തു, അവൻ്റെ ഒരു കൂട്ടുകാർ. അവനെ കണ്ടാലേ എനിക്കറിയത്തുള്ളൂ. മൊത്തം 3 പേര് ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ലൈറ്റിലെടുത്ത് എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ടോർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ അടിച്ചിട്ട് ഞാനും എൻ്റെ ചേച്ചിയുടെ മൂത്ത മോനും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കയറി വരിക. അപ്പോഴത്തേക്കും പൈപ്പ് കഷ്ണം വലുത് അവരെ കയ്യിലിരിക്കുക. ചെറുക്കൻ അടിക്കാൻ ഓട്ടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് തറയെ വീണു. അപ്പോൾ 2 പേര് ആ ചെറുക്കൻ്റെ പുറകെ പോവുക. അപ്പോൾ കണ്ണം വന്നിട്ട് എൻ്റെ ഇവിടെ നെഞ്ചത്ത് കയറി പിടിച്ചിട്ട് എൻ്റെ ഞാൻ എന്തുവാടാന്ന് കേട്ട് കയറി പിടിച്ചപ്പോൾ എന്തുവാടാന്ന് കേട്ട് ഫോൺ തറയെ വിടുന്നല്ലോ. അപ്പോഴത്തേക്ക് അവൻ്റെ കയ്യിലൊരു പൈപ്പ് ഇരുന്ന് അവ ഇങ്ങനെ തലയ്ക്ക് വാങ്ങിയിരിക്കും. ഞാൻ അപ്പോൾ കൈ വെച്ച് ഇങ്ങനെ ഇതായപ്പോഴാണ് കയ്യിലിങ്ങനെ അടിച്ചത്. പോലീസിനെ വിവരമറിയിച്ചതോടെ അക്രമികൾ സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞു. താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം മഞ്ജുവും കുടുംബവും കൊട്ടാരക്കര പോലീസിൽ പരാതിപ്പെട്ടു. തുടർന്ന് ഭർത്താവുമൊത്ത് ഓട്ടോയിൽ വീട്ടിലേക്ക് വരും വഴി ലഹരി സംഘം വീണ്ടും കുടുംബത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയോ പരാതിയും കൊടുത്ത് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല മഴയായിരുന്നു വന്നുകൊണ്ടിരിക്കുക. വണ്ടി വീട്ടിലോട്ട് കയറ്റുന്ന വഴിയിൽ ഇവിടെ ഇട്ട് ഞങ്ങൾ വീട്ടിൻ്റെ മുറ്റത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. വന്നപ്പോൾ ഒരു വലിയ കല്ലെടുത്ത് ഫ്രണ്ട് ഗ്ലാസ്സിലിട്ട് ഗ്ലാസ് പൊട്ടിച്ച് എന്നിട്ട് വലിയ വലിയ കല്ല് പറയ്ക്കാൻ ഞങ്ങളെ വീട്ടിലെറിയുന്നത്. ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ശല്യം. ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ഓട്ടോറിക്ഷയുടെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വീടിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ നശിപ്പിക്കുകയും ചെയ്തു. തുടർന്നും പോലീസ് എത്തിയെങ്കിലും അക്രമികളെ പിടികൂടാനായില്ല. പോലീസ് മടങ്ങിപ്പോയതിനു ശേഷം വീടിനു നേരെ കല്ലേറുണ്ടായതായും കുടുംബം പറയുന്നു. അക്രമികളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു. ജനം, കൊല്ലം. ആലുവ കീഴ്മാട് സൊസൈറ്റി പടിയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. കാറിൽ സൂക്ഷിച്ചിരുന്ന 486 ഗ്രാം വരുന്ന കഞ്ചാവാണ് ആലുവ എക്സൈസ് പിടികൂടിയത്. എറണാകുളം റൂറൽ മേഖലയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമെന്നാണ് റിപ്പോർട്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്ന 2 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. എറണാകുളം റൂറൽ മേഖലയിലും കഞ്ചാവ് കടത്തും വിൽപ്പനയും വ്യാപകമാവുകയാണ്. കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും വലിയ അളവിലാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസിന്റെയും പോലീസിന്റെയും നീക്കങ്ങൾ. എന്നാൽ ഈ നിരീക്ഷണങ്ങളെയും സമർത്ഥമായി മറികടന്നാണ് കഞ്ചാവ് വിൽപ്പന തകൃതിയായി നടക്കുന്നത്. പെരുമ്പാവൂരിൽ വീടിന്റെ വരാന്തയിൽ വളർത്തിയ കഞ്ചാവ് ചെടി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. വെസ്റ്റ് ബംഗാൾ സ്വദേശി നന്ദു മൊണ്ടാലായിരുന്നു പിടിയിലായിരുന്നത്. പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ടീമായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. ജനം, കൊച്ചി. മലപ്പുറം നിലമ്പൂരിൽ മാറാട് അനുസ്മരണ പരിപാടിക്കിടെ SDPIയുടെ അക്രമം. ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച മറക്കില്ല മാറാട് അനുസ്മരണ പരിപാടിയിലായിരുന്നു അതിക്രമം ഉണ്ടായത്. പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടായി. വേദിയിൽ കയറി അക്രമത്തിന് ശ്രമിച്ചെന്നുമാണ് പരാതി. സംഭവത്തിൽ പിന്നീട് പോലീസ് ഇടപെട്ടു. ഒപ്പം തന്നെ സ്ഥലത്ത് പ്രതിഷേധാവസ്ഥയും പിന്നീട് ഉടലെടുത്തിരുന്നു. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവാക്കൾക്ക് പോലീസിന്റെ ക്രൂര മർദ്ദനം. ക്ഷേത്രോത്സവത്തിനിടയിലാണ് സംഭവമുണ്ടായത്. മണ്ണന്തല SIയുടെ നേതൃത്വത്തിൽ പ്രകോപനമില്ലാതെ പോലീസ് പിന്തുടർന്ന് മർദ്ദിച്ചെന്നാണ് യുവാക്കളുടെ പരാതി. ഗുരുതരമായി പരിക്കേറ്റ അമ്പലമുക്ക് സ്വദേശികളായ അഭിറാം, അൻവർ, ജിബിൻ എന്നിവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി.
വളരെ മൃഗീയമായിട്ടാണ് ഞങ്ങൾ ഉപദ്രവിച്ചത്. ഞങ്ങൾ അവിടെ ആരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ആരോടും നമുക്ക് അവിടെ ശത്രുതയില്ല. ഞങ്ങൾ എല്ലാ കൊല്ലവും പരിപാടി കാണാൻ പോകുന്ന കണക്ക് തന്നെ പരിപാടി കാണാൻ പോയതായിരുന്നു. ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല, വേറെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഒരു പ്രകോപനം ഇല്ലാണ്ടാണ് അവർ ഇത്രയും മൃഗീയമായിട്ട് നമ്മളെ ഉപദ്രവിച്ചത്. തിരുവനന്തപുരം മണ്ണന്തല മുക്കോളയ്ക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് യുവാക്കൾക്ക് മർദ്ദനമേറ്റത്. ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെ വീട്ടിൽ പോകാനായി ഇരുചക്ര വാഹനം എടുക്കാനെത്തിയ മുക്കോലയ്ക്കൽ സ്വദേശിയായ ജിബിനെ പോലീസ് മർദ്ദിച്ചു. ഇത് കണ്ട് ഓടിയെത്തിയ സുഹൃത്തുക്കളായ അഭിറാം, അൻവർ എന്നിവരെയും പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും 1/2 കിലോമീറ്റർ ദൂരത്തിൽ ലാത്തിക്കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ചെന്ന് അവരുടെ അടുത്ത് മാന്യമായിട്ട് നമ്മുടെ കാര്യം പറഞ്ഞതാണ്. സാറേ ഒന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ പോകാനായിട്ട് വണ്ടി എടുക്കാൻ പോവേണ്ട, നീയൊക്കെ പോണ്ട, ബാക്കി പറയാൻ പറ്റൂല. അമ്മാതിരി കുറേ ചീത്തകളാണ് വിളിച്ചത്, അതുകൊണ്ട് മാത്രമാണ് പറയാൻ പറ്റാത്തത്. അത്രയും ചീത്ത വിളിച്ചിട്ടാണ് നമ്മളെ ഇത്ര ഉപദ്രവിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് വേറെ ഒരു വക പറഞ്ഞിട്ടില്ല. സാറേ നമ്മളൊന്നും ചെയ്തിട്ടില്ല, വീട്ടിലോട്ട് പോകാനാണ് നിൽക്കണം. അത് പറഞ്ഞിട്ടും കേക്ക നിൽക്കുകയാണ് നമ്മളെ ഇത്ര ഉപദ്രവിച്ചത്. കഴുത്തിലും കുറുക്കിലും കയ്യിലും കാലിലും എല്ലായിടത്തും അടിയുണ്ട്. തലയിൽ കിട്ടാനുള്ള അടിയാണ് ഞാൻ അത്രയും കൈകൊണ്ട് പിടിച്ചത്. യാതൊരു പ്രകോപനവുമില്ലാതെ മണ്ണന്തല എസ്ഐയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്നാണ് പരാതി. ബാക്കി ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങളെ അടിച്ചൊതുക്കുക, ഇത് കണ്ടിട്ട് അവർക്കൊരു വാർണിംഗ് എന്ന രീതിക്ക് ആക്കാനായിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതാണേ പോലും എൻ്റെ മുഖത്തൊക്കെ കണ്ടിട്ടില്ല. എൻ്റെ കഴുത്തിൻ്റെ പിന്നാമ്പുറത്തും തലയ്ക്കൊക്കെ ആയിട്ട് അടിയിട്ടേക്കുന്നത്. എനിക്ക് CT സ്കാൻ എടുത്തിട്ടുണ്ട്, എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അടിച്ചിട്ട് ആ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഞങ്ങളെ അടിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവിടെ ഒരു 14 വയസ്സുള്ളൊരു കുഞ്ഞു പയ്യനെ അടിച്ചെന്ന് അവിടെ ഉള്ള ഓൾറെഡി ഞങ്ങളെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാൽമുട്ടിന് മുകളിലാണ് മർദ്ദനമെന്നും യുവാക്കൾ പരാതിപ്പെടുന്നു. തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ യുവാക്കൾ ആദ്യം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎസ്പിക്കും SP-ക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവാക്കൾ. ജനം, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേർന്നുണ്ട്. പ്രശാന്ത്, അതിക്രൂരമായ ഒരു മർദ്ദനം, ഒരു ആക്രമണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ആ യുവാക്കൾ പറയുന്നുണ്ട്. ഒപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അവർക്ക് ഏറ്റിട്ടുള്ള പരിക്കുകളും. ഇവിടെ എടുത്തു പറയേണ്ടത്, ജനങ്ങളെ സേവിക്കുന്ന പോലീസ് തന്നെ ജനങ്ങൾക്ക് ഉപദ്രവകാരികളായി മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് ഉപകാരമാകേണ്ട, അല്ലെങ്കിൽ ജനങ്ങളെ രക്ഷിക്കേണ്ട, ജീവനും സ്വത്തുമൊക്കെ രക്ഷിക്കേണ്ട പോലീസ് തന്നെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് മാറുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. 3 യുവാക്കളെയും പോലീസ് തല്ലി നിലംപരിശാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുതുക് തൊട്ട് കഴുത്തിനും പിൻകഴുത്തിനും അടക്കമുള്ള ഭാഗങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിട്ടുണ്ട്. മണ്ണന്തല സ്വദേശികളായ ആ 3 യുവാക്കൾക്കാണ് ഇത്തരത്തിൽ മണ്ണന്തല പോലീസിന്റെ ഭാഗത്തു നിന്നും SIയുടെ നേതൃത്വത്തിൽ നിന്നും ഈ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ആ ഉത്സവത്തിന് ഗാനമേള കേൾക്കാൻ എത്തിയതാണ് യുവാക്കൾ. ആ ഗാനമേള കേട്ടതിന് ശേഷം അത് പൂർത്തിയാകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു. അതിൽ ജിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ യുവാവ് ആ ബൈക്ക് എടുക്കുന്നതിനായി, അതായത് ഈ സ്റ്റേജിൻ്റെ ഒരു തൊട്ടടുത്തായിരുന്നു ഈ ബൈക്ക് പാർക്ക് ചെയ്തത്. ബൈക്ക് എടുക്കാൻ വന്നപ്പോൾ പോലീസുകാരൻ ചോദിച്ചു എങ്ങനെ പോലീസ് എന്തോ പറയുന്നുണ്ടായത്. അപ്പോൾ പോലീസിനോട് മറുപടി പറഞ്ഞു, ഞങ്ങൾ ബൈക്ക് എടുക്കാമെന്നാണെന്ന് പറയുന്നത്. എന്നാൽ അവിടെ തൊട്ട് തുടങ്ങുന്നതാണ് പ്രശ്നങ്ങൾ. പിന്നീട് പോലീസ് ആ യുവാവിനോട് ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കണ്ടുകൊണ്ട് നിന്ന മറ്റ് 2 സുഹൃത്തുക്കൾ, അൻവറും അതോടൊപ്പം തന്നെ അഭിറാമും, ഇവർ 2 പേരും കൂടെ അടുത്തേക്ക് വന്ന് പോലീസുമായിട്ട് സംസാരിക്കുന്നു. ഞങ്ങൾ മറ്റ് തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാത്തവരാണ്, ഞങ്ങളിത് ഗാനമേള കേൾക്കാൻ വേണ്ടി വന്നതാണ്, മാത്രമാണ്, വീട്ടിൽ പോകണമെന്ന്, അതുകൊണ്ടാണ് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ അസഭ്യ വർഷം ചൊരിഞ്ഞു എന്നാണ് ഈ യുവാക്കൾ 3 പേരും പറയുന്നത്. അതിനുശേഷം ഈ ബൈക്ക് എടുക്കാൻ സമ്മതിക്കാതെ ഈ യുവാക്കളെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് 1/2 കിലോമീറ്ററോളം ദൂരം ഇവരെ നടത്തിക്കൊണ്ട് പോവുകയും പിന്നിൽ നിന്ന് തല്ലുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ലാത്തി മാത്രമല്ല, മറ്റ് ആയുധങ്ങൾ, മറ്റ് തടി കഷ്ണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് മർദ്ദിച്ചതെന്ന് പറയുന്നു. വലിയ രീതിയിൽ മർദ്ദനമേൽക്കുകയും ചെയ്തു. കഴുത്തിനും പിൻകഴുത്തിനും കാലിനും മുട്ടുകാലിനും മുകളിലേക്കായിരുന്നു ക്രൂരമായി മർദ്ദിച്ചത്. മുഖത്തും തലയ്ക്കും ഇടിച്ചു പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഇതിലെല്ലാം ഉണ്ടായിരുന്നു. മണ്ണന്തല SIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസാണ് തങ്ങളെ മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ ഈ യുവാക്കൾ പറയുന്നത്. അതിനുശേഷം മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാക്കൾ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിക്കുകയും ചെയ്തു. ഇരുവരുടെയും ഈ 3 യുവാക്കളുടെയും ശാരീരിക സ്ഥിതി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. കൈകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ശാരീരികമായിട്ടുള്ള ജനനേന്ദ്രിയത്തിലടക്കം പരിക്കേൽപ്പിച്ചു എന്നാണ് യുവാക്കൾ പറയുന്നത്. അങ്ങനെ വലിയ രീതിയിൽ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും മണ്ണന്തല പോലീസിന്റെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഉത്സവ സ്ഥലത്ത് അടിപിടി അക്രമങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ യുവാക്കളെ അടക്കം മർദ്ദിക്കുന്നതായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മണ്ണന്തല പോലീസ് നമ്മളോട് മറുപടി പറയുന്നത്. എന്നാൽ
യുവാക്കളുടെ ഭാഗത്തു നിന്നും ക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ശരീരത്തിലുണ്ട്. വലിയ രീതിയിൽ മുതുകിലും പിടിക്കഴുത്തിലും എല്ലാം അടിച്ച് പരിക്കേൽപ്പിക്കുകയാണ്. രാത്രി മാത്രമല്ല ഉപയോഗിച്ചിട്ടില്ല, അടിച്ച് പരിക്കേൽപ്പിച്ചത്. അങ്ങനെ ക്രൂരമായ മർദ്ദനം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് ഇതിൽ നടപടിയിൽ പ്രതിഷേധിച്ച് യുവാക്കൾ പരാതി നൽകാൻ വരികയാണ്. ഡിവൈഎസ്പിക്കും എസ്പിക്കും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകും. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. ഈ ജോലി കഴിഞ്ഞെത്തി യുവാക്കൾ ഗാനമേള കേൾക്കാൻ ക്ഷേത്രത്തിലെത്തുകയായിരുന്നു. ആ ക്ഷേത്രപ്പറമ്പിൽ വെച്ചാണ് യുവാക്കൾക്ക് ക്രൂരമായ മർദ്ദനമേറ്റത്. വിഷ്ണു. പ്രശാന്ത, എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മുൻപും സമാനമായ രീതിയിലുള്ള നിരവധി വാർത്തകൾ ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എടുത്തു പറയേണ്ടത് തലസ്ഥാനത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള സമീപനം അത് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം നേരത്തെയും ഉണ്ടായിരുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ അക്രമികൾക്കെതിരെ പിന്നാലെ പോകുന്ന പോലീസിനെയല്ല, പോലീസിൻ്റെ അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കുള്ളിലെ അക്രമകാരികളെ കൂടി തിരിച്ചറിയേണ്ട ഒരു കാലം അത് വേണം, അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അനിവാര്യമെന്നുള്ള ഒരു കാര്യം തന്നെയല്ലേ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം ഉയരുന്നത്? വിഷ്ണു, ഇതിന് പിന്നിൽ ഇതിനോട് ഈ യുവാക്കൾക്ക് മർദ്ദനമേറ്റതിനു ശേഷം യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരാൾ ദേവസ്വം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ഒരു ഭരണസമിതിയുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഭരണസമിതി അതിനുശേഷം പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പോലീസ് നൽകിയൊരു മറുപടി എന്ന് പറയുന്നത്, അതായത് പോലീസ് ദേവസ്വത്തിൻ്റെ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ ആ ഭരണസമിതിയോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ബഹളങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ക്ഷേത്ര ഉത്സവ പറമ്പിൽ ബഹളം ഉണ്ടാകാതിരിക്കാൻ ഈ അവിടെ കൂടി നിന്നവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് മർദ്ദിച്ചതെന്നാണ് പറഞ്ഞത്. യാതൊരു പ്രകോപനമില്ലാതെ ഉത്സവം കാണാനെത്തിയ യുവാക്കളെ മർദ്ദിച്ചതിന് ശേഷം പോലീസ് നൽകുന്ന മറുപടിയാണിത്. കാരണം അവിടെ യുവാക്കൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണെന്നാണ് പോലീസ് നൽകിയ മറുപടി എന്നാണ് ദേവസ്വം ബോർഡിലെ അവിടുത്തെ ഈ ഉത്സവ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് പോലീസ് നൽകിയ മറുപടി എന്നാണ് നമുക്ക് അവിടെ നിന്നും ഈ യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരു ആളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടിയ പോലീസിന്റെ മറുപടി എന്ന് പറയുന്നത്. ഇത്തരം സമീപനങ്ങൾ പോലീസിന്റെ ഭാഗത്ത് ആദ്യമായിട്ടല്ല, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഉത്സവം കാണാൻ എത്തുന്നവരെ ക്ഷേത്രപ്പറമ്പിൽ വെച്ച് മർദ്ദിക്കുന്ന നിലയിലേക്കൊക്കെ പോലീസ് എത്തിച്ചേരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ക്രിമിനൽ മനോഭാവമുള്ള പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യവും ശക്തമാകുന്നുണ്ട്. എന്തായാലും ഈ യുവാക്കളുടെ കാര്യം വളരെ പരിതാപകരമാണ്. അവരുടെ ശരീരത്തിലെ പാട് നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കഴിയുന്നത്. കാരണം അത്ര വലിയ ഭീകരമായിട്ടാണ് അടിച്ച് പരിക്കേൽപ്പിച്ചത്. ഇത്തരത്തിൽ യാതൊരു പ്രകോപനവുമില്ല. നമ്മൾ ഈ യുവാക്കളോട് ചോദിച്ചിരുന്നു, നിങ്ങൾ മദ്യപിച്ചിരുന്നോ, അല്ലെങ്കിൽ മദ്യപിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതിൻ്റെ ഭാഗത്താണോ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഈ ഗാനമേളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു. കാരണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അവരെ ആട്ടി പുറത്താക്കുന്നതിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഈ പ്രശ്നം സങ്കീർണമായി നിൽക്കുന്ന പ്രശ്നത്തെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ചിലപ്പോൾ ഇത്തരത്തിൽ മർദ്ദനമുറകൾ പുറപ്പെടുവിച്ചിരിക്കാം. എന്നാൽ അത്തരം സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും മാത്രമായിട്ടുള്ളൊരു ഏകപക്ഷീയ നടപടി എന്നാണ് ഇപ്പോൾ യുവാക്കളും പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നു. ഈ യുവാക്കളുടെ ഒരു ജീവിത പശ്ചാത്തലം തന്നെ വളരെ പരിതാപകരമെന്നാണ് അവർ പറയുന്നത്. കാരണം ജോലി ചെയ്ത് ജീവിക്കുന്ന യുവാക്കളാണ്. ജോലി കഴിഞ്ഞിട്ട് വന്ന് കുടുംബത്തോടൊപ്പമാണ്, അവരുടെ സഹോദരന്മാരും കുടുംബത്തോടൊപ്പം ഉത്സവം കാണാൻ എത്തിയതാണ്. അതിനുശേഷം വീട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഇരുചക്ര വാഹനം എടുക്കാൻ വന്നപ്പോഴാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള ഏകപക്ഷീയമായ സമീപനം ഉണ്ടായത്. വളരെ രീതിയിൽ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഒരു മുറിവ് ഏൽക്കുന്ന അല്ലെങ്കിൽ മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. തലക്കടക്കം ഈ അടിച്ച് പരിക്കേൽപ്പിച്ചതോടുകൂടി തന്നെ മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടാകുന്ന സാഹചര്യവും യുവാക്കൾക്കുണ്ട്. അത്തരത്തിൽ ഒരു ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നമ്മളെ സമീപിക്കുകയും ചെയ്തത്. ഈ വിഷയം നമ്മളോട് അവതരിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് നമ്മളും പോലീസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചത്. പോലീസുമായി 2 തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും കൃത്യമായ ഉത്തരം മണ്ണന്തല പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് നൽകിയതുമില്ല. ഇത്തരം ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നാണ് മണ്ണന്തല പോലീസ് നമ്മളോടൊപ്പം നമ്മളോട് പറയുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ പരാതി നൽകുമെന്ന കാര്യത്തിൽ യുവാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ ഡിവൈഎസ്പിക്കും എസ്പിക്കും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും അടക്കം പരാതി നൽകിക്കൊണ്ടുള്ള നടപടിയിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് യുവാക്കളും പറയുന്നത്. കഴിഞ്ഞ കുറച്ചു നാളായി ഇത്തരത്തിൽ ഉത്സവ പറമ്പുകളെല്ലാം കേന്ദ്രീകരിച്ച് പോലീസിന്റെ ഒരു നരനായിട്ട് നടന്നു വരികയാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇത്തരത്തിൽ ലോ ആൻഡ് ഓർഡറിന് വേണ്ടി നിയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഗുരുതരമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രശാന്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. കോഴിക്കോട് വീട്ടിൽ വളർത്തിയ കഞ്ചാവ് ചെടികൾ പോലീസ് കണ്ടെത്തി. 6 കഞ്ചാവ് ചെടികൾ തൊട്ടിൽപ്പാലം പോലീസാണ് എത്തി കസ്റ്റഡിയിലെടുത്തത്.
ബംഗാൾ സ്വദേശിയും കുടുംബവും താമസിച്ചിരുന്ന വീടിന്റെ തൊടിയിലാണ് കഞ്ചാവ് വളർത്തിയത്. മരുതോങ്കര വോട്ടോറമൽ ഉന്നതിയിലെ വീടിന് സമീപത്തായാണ് ചെടികൾ കണ്ടെത്തിയത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ 36 6 ചെടികൾ കണ്ടെത്തി. തിരിച്ചറിയാതിരിക്കാൻ വീടിനോട് ചേർന്നുള്ള തൊടിയിൽ മറ്റു ചെടികൾക്കൊപ്പമാണ് വളർത്തിയത്. ചെടികൾക്ക് 50 സെന്റിമീറ്റർ മുതൽ 1 മീറ്ററിലേറെ ഉയരമുണ്ട്. താമസക്കാരായ ബംഗാൾ സ്വദേശിയും നാട്ടിലേക്ക് പോയിരുന്നതായി പോലീസ് പറഞ്ഞു. സ്ഥലത്ത് പോലീസ് വിശദമായ പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് മരുതോങ്കര സ്വദേശി രാജേഷിനെതിരെ തൊട്ടിൽപ്പാലം പോലീസ് കേസെടുത്തു. NDPS ആക്ട് 20A വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ജനം, കോഴിക്കോട്. പെരുമ്പാവൂർ പാണിയേലിയിൽ വിനോദസഞ്ചാരികളുടെ ജീപ്പ് മറിഞ്ഞ അപകടം. 4 കുട്ടികൾക്കടക്കം 10 പേർക്ക് പരിക്കേറ്റു. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. കുന്നംകുളം സ്വദേശി ബിനോയും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. ബിനോയ് ഓടിച്ചിരുന്ന ബൊലേറോ ജീപ്പ് പാണിയേലി പോരിന് തൊട്ടടുത്തുള്ള ചെളി നിറഞ്ഞ താഴ്ചയിലേക്ക് നിയന്ത്രണം വിട്ട് തല കീഴായി മറിയുകയായിരുന്നു. ജീപ്പിൽ 10 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് അതീവ ഗുരുതരമല്ല. പെരുമ്പാവൂരിൽ നടന്ന മറ്റൊരു അപകടത്തിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ ചുമട്ടുതൊഴിലാളി മരിച്ചു. കിഴക്കമ്പലം പഴങ്ങനാട് പുള്ളിക്കൽ വീട്ടിൽ നികീഷാണ് മരിച്ചത്. പെരുമ്പാവൂർ പച്ചക്കറി മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. ജനം, കൊച്ചി. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി ബിൽഡിംഗ് ഓഫീസർ സ്വപ്നയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനൊരുങ്ങി വിജിലൻസ്. കൂടുതൽ പേർ പരാതികളുമായി രംഗത്ത് വന്നതിനെ തുടർന്നാണ് വിശദമായി ഇവരെ ചോദ്യം ചെയ്യുന്നത്. തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമുണ്ടോയെന്ന് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. വൈറ്റില പെരുന്നിയിൽ വെച്ച 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലായിരുന്നു സ്വപ്ന വിജിലൻസിന്റെ പിടിയിലാകുന്നത്. കൊച്ചി സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയ്ക്കെതിരെ ഉയർന്ന കൂടുതൽ പരാതികളിൽ വിശദമായ ചോദ്യം ചെയ്യലിനാണ് വിജിലൻസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. നിരവധി പുതിയ ബിൽഡിംഗുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്ന കൊച്ചി നഗരമേഖലയിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായിരുന്ന് നിയമവിരുദ്ധമായി പെർമിറ്റുകൾ അനുവദിച്ച് മുമ്പും കൈക്കൂലി വാങ്ങിയിരുന്നോ എന്നാണ് അന്വേഷിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നതിലും വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്വപ്ന നൽകിയ മുഴുവൻ ബിൽഡിംഗ് പെർമിറ്റ് രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു. നിയമാനുസൃതമായാണോ പെർമിറ്റുകൾ അനുവദിച്ചിരുന്നതെന്നും പരിശോധിക്കുന്നുണ്ട്. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിലുണ്ടായിരുന്ന സ്വപ്ന ഏറെ നാളായി വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടെയാണ് വൈറ്റില സ്വദേശിയുടെ 5 നില കെട്ടിടത്തിന്റെ പ്ലാൻ അംഗീകരിക്കാൻ ഓരോ നിലയ്ക്കും 5,000 രൂപ വീതം ആവശ്യപ്പെടുകയും ഒടുവിൽ 15,000 രൂപയിൽ സമ്മതിച്ച് ഈ പണം വാങ്ങാനെത്തിയപ്പോൾ വിജിലൻസ് പിടികൂടുകയും ചെയ്തത്. അവധിക്ക് മക്കളുമായി നാട്ടിലേക്ക് പോകുന്ന വഴി പൊന്നുരുന്നിയിൽ വഴിയരികിൽ വെച്ചായിരുന്നു കൈക്കൂലി വാങ്ങിയത്. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് വിജിലൻസ്. ജനം, കൊച്ചി. കാക്കിയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. നമസ്തേ.